ഹൈ ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ 47ാമത്തെ പേജിലെ ആക്ടിവിറ്റീസിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇൻ ദ പിക്ചർ ബിലോ എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആൻഡ് അനദർ പോയിന്റ് ഓൺ ദ സെമി സർക്കിൾ and then semicircles on the other sides of the triangle as diameters. Figure തന്നിട്ടുണ്ട്. Prove that the sum of areas of the blue and red crescents in the second picture is equal to the area of the triangle. ഇവിടെ ഹിന്റ് തന്നിട്ടുണ്ട്. See last problem of the lesson parts of circles of class 9 textbook. 9ൽ പഠിച്ചിട്ടുണ്ട്. parts of circles എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ അതിൻ്റെ ഏരിയ കാണുന്ന വഴിയൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആദ്യം നമുക്കിതിന് പേര് കൊടുക്കാം. ഇത് 90 ഡിഗ്രി ആയിരിക്കും, കാരണം സെമി സർക്കിളിലാണ് ഈ ട്രയാങ്കിൾ ഉള്ളത്. ഇപ്പോൾ സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ എ ബി, ഇവിടെ സി എന്ന് പേര് കൊടുത്തു. നമുക്ക് ആദ്യം ഈ സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ആ സെമി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്നും ഇവിടെ ഈ ചെറിയ പോർഷൻ, നമ്മളിവിടെ ഇനി വരയ്ക്കുന്ന ഈ പോർഷൻ, ഇതിന് ഞാൻ ഈ മൊത്തം ഇതിൻ്റെ ഏരിയ ഞാൻ 1 നിർക്കുന്നു. അതുപോലെ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഈ ഒരു പോർഷൻ, അതായത് ആ ചെറിയ സെമി സർക്കിളുകളെ ഓവർലാപ്പ് ചെയ്യുന്ന ആ ഭാഗം, ഇതിന് ഞാൻ 2 എന്നും പേര് കൊടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈ എ സി ഡയമീറ്റർ ആയിട്ടുള്ള ഈ സെമി സർക്കിളിൽ നിന്നും ഈ 1 എന്ന് പറയുന്ന ഭാഗം കുറച്ചതും, അതുപോലെ ബി സി ഡയമീറ്റർ ആയിട്ടുള്ള ഈ സെമി സർക്കിളിൽ നിന്നും ഈ 2 എന്ന് പറയുന്ന ഭാഗം കുറയ്ക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. സെമി സർക്കിൾ എ ബി ആസ് ഡയമീറ്റർ. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നെ അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് സെമി സർക്കിളിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ ഏരിയ പൈ ആർ സ്ക്വയർ ആണല്ലോ. അപ്പോൾ അവിടുത്തെ ഇതിൻ്റെ അത് ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്, ഈക്വൽ ടു 1/2 ഇൻറ്റു പൈ ഇൻറ്റു ഇവിടുത്തെ ഈ എ ബി നമുക്ക് ഡയമീറ്റർ ആണ്. അപ്പോൾ എ ബിയുടെ പകുതിയാണ് റേഡിയസ്, എ ബി ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം, ഈക്വൽ ടു 1/2 ഇൻറ്റു എ ബി സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും, ഈക്വൽ ടു ഈ 2നെ 4നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/8 എ ബി സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്ലൂ സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദി സെമി സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ. അപ്പോൾ 1/2 പൈ ആർ സ്ക്വയർ തന്നെ, പഴയ പ്രോബ്ലം പോലെ തന്നെ. അപ്പോൾ എ ബിക്ക് പകരം ഇവിടെ എ സി ബൈ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എ സി സ്ക്വയർ ബൈ 4 എന്ന് കിട്ടുന്നു. അപ്പോൾ 1/8 ഇൻറ്റു പൈ ഇൻറ്റു എ സി സ്ക്വയർ എന്ന് കിട്ടുന്നു. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. ഇനി ഇവിടെ നമുക്ക് ബി സി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിൻ്റെ ഏരിയ കാണാം. അപ്പോൾ നമുക്കിവിടെ ബി സി ആസ് ഡയമീറ്റർ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബി സി ബൈ 2 റേഡിയസ്, അപ്പോൾ ബി സി സ്ക്വയർ ബൈ 4. അപ്പോൾ 1/8 പൈ ഇൻറ്റു ബി സി സ്ക്വയർ എന്ന് കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഇക്വേഷൻ 2 + 3 അത് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഇംപ്ലൈസ് 1/8 പൈ ഇൻറ്റു എ സി സ്ക്വയർ പ്ലസ് 1/8 പൈ ബി സി സ്ക്വയർ ആണ്, ഈക്വൽ ടു 1/8 പൈ ഇൻറ്റു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. ഇനി നമ്മൾ ഈ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ നോക്കുക. എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ നമുക്ക് എ ബി സ്ക്വയർ ഈക്വൽ ടു
AC² പ്ലസ് BC² എന്ന് കിട്ടും. റൈറ്റ് ട്രയാങ്കിളിന്റെ π/2 ഉപയോഗിക്കുമ്പോൾ ഹൈപ്പോട്ടന്യൂസ്, മൂന്നാമത്തെ സൈഡ് ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു ബേസ്² പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ AB² ഈക്വൽ ടു AC² പ്ലസ് BC² ആണ്. അതായത് അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ ഈക്വൽ ടു 1/8 പൈ AB² എന്ന് കിട്ടും. അത് തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ, അതായത് നമ്മുടെ ഈ ലാർജ് സെമി സർക്കിളിന്റെ ഏരിയ. ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ മാത്രമായിട്ട് നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് AB ആസ് ഡയമീറ്റർ. അപ്പോൾ ഈ ആദ്യം നമ്മൾ ചെയ്ത AB ഡയമീറ്റർ ആയിട്ടുള്ള ആ സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്നും -1 + 2 മൈനസ് ഏരിയ ഓഫ് 1 ഏരിയ ഓഫ് 2. അതിന് പ്രത്യേകിച്ച് പേര്, അതും ഓരോ സെഗ്മെന്റ് തന്നെയാണ്. ആ സെഗ്മെന്റിന് 1 എന്നും 2 എന്നും പേര് കൊടുത്ത് എഴുതാൻ എളുപ്പത്തിന്. അപ്പോൾ ഏരിയ ഓഫ് ഈ 1 ഉം 2 ഉം ഇതിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏരിയ ഓഫ് ട്രയാങ്കിൾ. അത് ഈക്വൽ ടു 1/8 പൈ AB² മൈനസ് ഏരിയ ഓഫ് 1 + 2 ആണ്. ഇനി നമ്മളോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ ബ്ലൂവും റെഡും ക്രസൻസിന്റെ ഏരിയ, സം ഓഫ് ദി ഏരിയാസ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ക്രസൻസ് ഈക്വൽ ടു, അതായത് ബ്ലൂവിന്റെയും റെഡിന്റെയും ഈ ഭാഗത്തിന്റെ മാത്രം ഏരിയ വേണമെങ്കിൽ ആ ബ്ലൂവിൽ നിന്നും ഈ 1 കുറയ്ക്കണം, അതുപോലെ ഈ റെഡിൽ നിന്നും ഈ 2 കുറയ്ക്കണം. അതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1/8 പൈ AB² ആണ്. ഏരിയ ഓഫ് സെഗ്മെന്റ്സ് 1 + 2 ആണ്. അത് തന്നെയാണ് നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. ഈ ഭാഗം ഇത് തന്നെയാണ് ഇത്. അതായത് അതിൻ്റെ അർത്ഥം ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇതിന് ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ചെയ്ത വഴി ആദ്യം വലിയ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു. അതുപോലെ ഈ AC ഡയമീറ്റർ ആയിട്ടും BC ഡയമീറ്ററും ആയിട്ടുള്ള ബ്ലൂവും റെഡും സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു. അത് രണ്ടും ഈക്വൽ ആണ്. ഇനി ആ ഈക്വലായ രണ്ട് വാല്യൂവിൽ നിന്നും, ഓരോ ഈക്വൽ ആയിട്ടുള്ള വാല്യൂവിൽ നിന്നും, ഇതിൽ നിന്നും AC ഡയമീറ്റർ ആയിട്ടുള്ളതിൽ നിന്നും ഈ 1ന്റെ ഏരിയ കുറയ്ക്കുന്നു. അതുപോലെ BC ഡയമീറ്റർ ആയിട്ടുള്ളതും ഈ 2ന്റെ ഏരിയ കുറയ്ക്കുന്നു. അപ്പോൾ കിട്ടുന്നത് ഈ വലിയ സെമി സർക്കിളിൽ നിന്നും ഈ 1ഉം 2ഉം, കാരണം ഒരേ സാധനമാണ് രണ്ടിൽ നിന്നും കുറച്ചിട്ടുള്ളത്. വലിയ സെമി സർക്കിളിൽ നിന്നും 1ഉം 2ഉം കുറച്ചു, ഈ ചെറിയ രണ്ട് സെമി സർക്കിളിൽ നിന്നും 1ഉം കുറച്ചു, പിന്നെ 2ഉം കുറച്ചു. ബ്ലൂവിൽ നിന്ന് 1 കുറച്ചു, റെഡിൽ നിന്നും 2ഉം കുറച്ചു, ഈക്വലായിൽ നിന്നും ഈക്വൽ കുറച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ട്രയാങ്കിളിന്റെ ഏരിയ ആയിരിക്കും. ആദ്യത്തെ ഒരു സെമി സർക്കിളിന്റെ AB ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയയും ACയും BCയും ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളുകളുടെ ഏരിയയുടെ സമ്മും ഒരേ വാല്യൂ ആണ്. അപ്പോൾ ആ വാല്യൂയിൽ നിന്നും ഈ 1ഉം 2ഉം എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സെഗ്മെന്റ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരേ വാല്യൂയിൽ നിന്നുമാണ് നമ്മൾ ഈ 1ഉം 2ഉം കുറയ്ക്കുന്നത്. അപ്പോൾ ആ രണ്ട് വാല്യൂസും ഈക്വൽ ആയിരിക്കും. അതായിരിക്കും ട്രയാങ്കിളിന്റെ ഏരിയ. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.